നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാം കൊണ്ടും റയൽ മാഡ്രിഡ് ആരാധകർക്ക് സന്തോഷിക്കാവുന്ന ഒരു റിസൾട്ടാണ്. ജിറോണക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവരുടെ ടീം വിജയിച്ചേറിയെന്ന് മാത്രമല്ല, ഫോമില്ലായ്മ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ അങ്ങനെയൊക്കെ വലയുന്ന അവരുടെ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് കിടിലൻ ഫിനിഷിങ്ങുമായിട്ട് ഗോളടിക്കുന്നു. ജൂഡ് ബെല്ലിംഗാം ഗോളും അസിസ്റ്റുമായിട്ട് തിളങ്ങുന്നു. യുവതാരം ആർദ ഗ്യൂളർ ഗോളടിക്കുന്നു. ലൂക്ക മോഡ്രിച്ചിൻ്റെ മികച്ച പ്രകടനം, അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഏകപക്ഷീയമായ 3 ഗോളുകളുടെ മിന്നും വിജയം തന്നെ ജിറോണയ്ക്ക് മേൽ റയൽ മാഡ്രിഡ് നേടിയിരിക്കുകയാണ്. റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പെ, ബ്രയൻ ഡയസ്, ജൂഡ് ബെല്ലിംഗാം, ഗ്യൂളർ എന്നിവരൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 36-ാമത്തെ മിനിറ്റിലാണ് ബെല്ലിംഗാമിലൂടെ റയൽ മാഡ്രിഡ് ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ആദ്യ പകുതി അവസാനിച്ച ശേഷം രണ്ടാം പകുതിയിലാണ് ഗ്യൂളറുടെ ഗോൾ പിറക്കുന്നത്. അതിനുശേഷം 55-ാമത്തെ മിനിറ്റിൽ ഗ്യൂളറുടെ ഗോൾ, അതിന് അസിസ്റ്റ് കൊടുക്കുന്ന ബോൾ നീട്ടിക്കൊടുക്കുന്നത് ജൂഡ് ബെല്ലിംഗാം ആയിരുന്നു. പിന്നീട് മുന്നോട്ട് കയറി മനോഹരമായിട്ട് യുവതാരം ഫിനിഷ് ചെയ്തു. പിന്നെയാണ് കാത്തിരുന്ന നിമിഷം കിലിയൻ എംബാപ്പയുടെ ഗോൾ 62-ാമത്തെ മിനിറ്റിൽ വളരെ ടൈറ്റ് ആംഗിളിൽ നിന്ന്. അതൊരു എംബാപ്പെ ഫിനിഷാണ്. എംബാപ്പയുടെ മികവ് വിളിച്ചോതുന്ന ഫിനിഷിംഗ് ആയിരുന്നു. അങ്ങനെ 62-ാമത്തെ മിനിറ്റിൽ ആ ഗോളോടുകൂടി അവർ മത്സരം സീൽ ചെയ്യുകയായിരുന്നു. 3-0 വിജയം എന്ന് പറയുമ്പോൾ 16 കളികളിൽ നിന്ന് 36 പോയിന്റുമായിട്ട് ബാഴ്സയുടെ തൊട്ടരികിലേക്ക് അവർ എത്തിയിരിക്കുന്നു. 17 കളികളിൽ നിന്ന് 38 പോയിന്റാണ് ബാഴ്സയ്ക്ക്. ഇന്നലെ അവർ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തു. അത് റയലിന് വീണ്ടും അഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുകയാണ്. റയൽ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. ആ കളി വിജയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ബാഴ്സയെ മറികടന്ന് 1-ാം സ്ഥാനത്തേക്ക് എത്താനും പറ്റും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.